വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10 അടി വെള്ളം കുറവ്. അതേസമയം മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ വൈദ്യുതോൽപാദനം കുത്തനെ വർദ്ധിക്കുകയാണ്. വേനൽ കടുത്തതോടെയാണ് മൂലമറ്റം നിലയത്തിൽ വൈദ്യുതോൽപാദനം ഗണ്യമായി വർദ്ധിച്ചത്. ഇതോടെയാണ് ഇടുക്കി അണക്കെട്ടിൽ ആശങ്കയുണർത്തി ജലനിരപ്പ് കുറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10 അടി വെള്ളം ഇടുക്കി അണക്കെട്ടിൽ കുറവാണ്. അതേസമയം വൈദ്യുതോൽപാദനം 8 മുതൽ 10 മില്യൺ യൂണിറ്റ് എന്ന ശരാശരി നിലയിൽ തുടരുകയാണ്. വൈദ്യുതി നിലയത്തിലെ 6 ജനറേറ്ററുകളും പീക്ക് ടൈമിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജനറേഷൻ വിഭാഗം വ്യക്തമാക്കി. നേരത്തെ പീക്ക് ടൈം എന്ന് പറഞ്ഞിരുന്നത് വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുലർച്ചെ വരെ പീക്ക് ടൈം നീളുകയാണ്. കൊടും ചൂട് കാരണം എയർ കണ്ടീഷനുകളുടെയും ഫാനുകളുടെയുമെല്ലാം ഉപയോഗം വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ പറയുന്നു. ബുധനാഴ്ച രാവിലത്തെ കണക്കനുസരിച്ച് 2335.81 അടി വെള്ളമാണ് അണക്കെട്ടിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2345.52 അടിയായിരുന്നു ജലനിരപ്പ്. സംഭരണശേഷിയുടെ 34% വെള്ളമാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 42% വെള്ളം ഉണ്ടായിരുന്നു. 2403 അടിയാണ് ഇടുക്കി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. വൈദ്യുത ഉപയോഗം കുറയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വൈദ്യുത ബോർഡ് അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. രാത്രിയിൽ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്നതും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതും മൂലം പല ട്രാൻസ്ഫോമറുകൾക്കും താങ്ങാവുന്നതിനപ്പുറം ലോഡ് കൂടുകയാണെന്നും അതിനാൽ വൈദ്യുതി മുടങ്ങുന്നതിന് കാരണമായേക്കാമെന്നും വൈദ്യുതി ബോർഡ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. വാഹന ചാർജിംഗും വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകവും പകൽ നടത്തണമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.